ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ നാട്ടിലേക്ക് പോവാണ്. ഇപ്പോൾ ഞാൻ കോയമ്പത്തൂരാണ്. ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് ഇപ്പോൾ നാട്ടിലേക്ക് പോകുന്നത്. ഇപ്പോൾ ടൈം 5:20 ആണ്. ഞാനിപ്പോൾ നാട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ക്യാബിനൊക്കെ ബുക്ക് ചെയ്തു. ഇപ്പോൾ ഞാനും ഉമ്മയുമാണ് ഇപ്പോൾ പോകുന്നത്. ഉമ്മ വരുന്നുണ്ട്. ക്യാബിൻ ബുക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുന്നു റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ വേണ്ടി. സോ ഇതാണ് നമ്മളെ വീട്. ഇത് നമ്മളെ വീടിൻ്റെ സ്ട്രീറ്റാണ്. പിന്നെ ഇത് വീടാണ്. ക്ലാരിറ്റി ഇല്ല, രാത്രി ആയതുകൊണ്ട് തീരെ ക്ലാരിറ്റി ഇല്ല. ഇരുട്ടായതുകൊണ്ട് കുറച്ച് ക്ലാരിറ്റി കുറവാണ്. അപ്പോൾ നമ്മൾ ക്യാബിൻ ബുക്ക് ചെയ്തു, ക്യാബിൻ വന്നിട്ടുണ്ട്. ഇനി അതിൽ റെയിൽവേ സ്റ്റേഷനിൽ പോകണം. സോ എക്സൈറ്റഡ് ആണ് ഗൈസ് നാട്ടിലേക്ക് പോകാൻ. കുറേ ഡേയ്സായി നാട്ടിലൊക്കെ പോയിട്ട്. അപ്പോൾ പോകുന്നു അവിടെ. സോ നമ്മൾ ക്യാബിൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ക്യാബിനിൽ നമ്മൾ എല്ലാവരും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. ഞാനും ഉമ്മ ഉപ്പയുണ്ട്. അപ്പോൾ ഞാൻ കോയമ്പത്തൂരിൽ എന്താ പരിപാടി എന്ന് വെച്ചാൽ, ഞാൻ കോയമ്പത്തൂരിലാണ് ചെറുപ്പം മുതൽ പഠിച്ചതും വളർന്നതൊക്കെ കോയമ്പത്തൂരാണ്. അപ്പോൾ എൻ്റെ ലാംഗ്വേജിൽ ചെറുതായിട്ടൊരു തമിഴ് മലയാളം മിക്സ്ഡ് ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആളൊന്നും പറയരുത്. അപ്പോൾ ഇതാ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞു. ഇനി നമ്മൾ ഉള്ളിലേക്ക് പോയിട്ട് പ്ലാറ്റ്ഫോം നമ്മൾക്ക് ചെക്ക് ചെയ്തിട്ട് വേണം പോവാൻ. അപ്പോൾ ഇതാണ് നമ്മൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ. കുറച്ച് തിരക്കുണ്ടെന്ന് തോന്നുന്നു ഇന്ന്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോമിലേക്ക് പോവാണ് ഗൈസ്. അപ്പോൾ എൻ്റെ നാട് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. എൻ്റെ നാട് കണ്ണൂർ പയ്യന്നൂരാണ്. ഞാൻ ഇപ്പോൾ പയ്യന്നൂരേക്കാണ് പോകുന്നത്. ഇപ്പോൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് ഇപ്പോൾ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ കോയമ്പത്തൂരിൽ എന്താ ചൂസ് ചെയ്തതെന്ന് വെച്ചാൽ, എൻ്റെ ഉപ്പാക്ക് കോയമ്പത്തൂരാണ് ജോബ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഫുള്ളായിട്ട് ഇവിടെ സെറ്റിലായത്. ഞാനും ഉപ്പ ഉമ്മ ഇവിടെയാണ് സെറ്റിലായിട്ടുള്ളത് ഇപ്പോൾ ഇതാണ് ട്രെയിൻ. ഇതിലാണ് ഞാൻ എൻ്റെ നാട്ടിലേക്ക് ഞാൻ പോകുന്നത്. ഇത് ഇൻ്റർസിറ്റി ആണ്. കോയമ്പത്തൂർ ടു മാംഗ്ലൂർ പോകുന്ന ഇൻ്റർസിറ്റിയാണിത്. ഇതിലാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇതാ ഞാൻ സീറ്റ് പിടിച്ചു. ട്രെയിനിൽ കയറി സീറ്റ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ വിൻഡോ സീറ്റ് ഒരു മെയിൻ കാര്യമാണല്ലോ. എവിടെ പോയാലും വിൻഡോ സീറ്റ് ഒരു മെയിനാണ്. അപ്പോൾ വിൻഡോ സീറ്റ് തന്നെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ സൈഡ് ഇരിക്കുന്നു, ഓപ്പോസിറ്റിൽ എൻ്റെ ഉമ്മയാണ് ഇരിക്കുന്നത്. ഇതാ ട്രെയിൻ വിട്ടിട്ടുണ്ട്. ഇപ്പോൾ ടൈം 6 o'clock ആയി. ഇതാ എൻ്റെ ഉപ്പ വരുന്നില്ല നമ്മളെ കൂടെ. ബിക്കോസ് ഉപ്പാക്ക് ഡ്യൂട്ടി ഉണ്ട്, അപ്പോൾ ലീവ് കിട്ടില്ല. ഉപ്പാനെ ഇവിടെ ആക്കിയിട്ടാണ് പോകുന്നത്. ഞാനും ഉമ്മയാണ് പോകുന്നത്. ഇപ്പോൾ കുറച്ച് മിസ്സിങ് ഒക്കെ ഉണ്ട്. ടാറ്റ ഒക്കെ പറഞ്ഞ് ഇതാ ട്രെയിൻ വിട്ടു. ബൈ. ട്രെയിൻ വിട്ടിട്ടുണ്ട്. ഇത് കോയമ്പത്തൂരിൽ നിന്ന് വിട്ടാടം എന്നുള്ളൊരു പ്ലേസാണ്. കോയമ്പത്തൂർ ലേക്കാണിത്. ഇതാ ഇപ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇപ്പോൾ ടൈം 9:43 ആയിട്ടുണ്ട്. ഇത് ട്രെയിനിൽ ഇങ്ങനെ പോസ്റ്റ് ആയിട്ടിരിക്കുന്നു ഗൈസ്. ലാസ്റ്റ് നമ്മളെ സ്വന്തം കണ്ണൂരിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ണൂരിലെത്തി. ഇനിയും പയ്യന്നൂരേക്ക് 1 hour ഉണ്ട് ട്രാവൽ ചെയ്യാൻ. ഇതാ നമ്മൾ പയ്യന്നൂർ എത്തിക്കഴിഞ്ഞു ഗൈസ്. ഇതാ പയ്യന്നൂർ എത്തിയിട്ടുണ്ട്. ഇപ്പം ഞാനും ഉമ്മയും ഓട്ടോ പിടിച്ചിട്ട് പോവാണ്. ഇപ്പോൾ നേരെ നമ്മൾ ബോംബെ ഹോട്ടലിലാണ് പോകുന്നത്. ഇത് നല്ലോണം വിശപ്പുണ്ട്. രാവിലെ മുതലേ ട്രാവൽ ചെയ്തതുകൊണ്ട് നല്ലോണം വിശപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. നേരെ പോയി ഫുഡ് കഴിക്കണം. അപ്പോൾ ഇതാണ് ഫുഡ്. നല്ല ഫുഡാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ആശ്വാസമായത് ഫുഡ് കഴിച്ചിട്ട്. അത്രയ്ക്ക് വിശപ്പുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു പാർസലും കൂടി വാങ്ങി.
ഇപ്പോൾ ഫുഡ് കഴിച്ചിട്ട് അവിടെ നിന്ന് പിന്നെയും ഓട്ടോ പിടിച്ചിട്ട് നേരെ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഞാനിപ്പോൾ എൻ്റെ മൂത്തുമ്മാൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ആടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ഇന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഒരു സർപ്രൈസ് ആയിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് എന്തായാലും അവരുടെ റിയാക്ഷൻ കൂടി എനിക്ക് നോക്കണം. നേരെ ഇനി വീട്ടിലേക്ക് പോകുന്നു. നല്ലോണം എക്സൈറ്റഡ് ഉണ്ട് എനിക്ക് അവരെ കാണാൻ വേണ്ടി. കുറേ ഡേയ്സായി അവരെ കണ്ടിട്ട്. അപ്പോൾ ഇതാണ് കാപ്പാട്. അപ്പോൾ ഇതിലേക്ക് കൂടെയാണ് എൻ്റെ വീട്ടിലേക്ക് ഞാൻ പോകുന്നത്. ഇത് കുറച്ച് പേർക്ക് അറിയുന്ന പ്ലേസ് ആയിരിക്കാം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് നല്ലോണം സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഫൈനലി എൻ്റെ വീടെത്തി. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നു. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഞാൻ വീട്ടിലേക്ക് പോകുന്നുണ്ടെന്ന്. ഇനി അവരുടെ എക്സ്പ്രഷൻ കൂടി എനിക്ക് നോക്കണം. ഇങ്ങനെ അവരുടെ എക്സ്പ്രഷൻ സർപ്രൈസ് ആയിട്ട് ഞാൻ പോകുന്നു. ഇതാണ് ഇന്നത്തെ വ്ളോഗ്. ഇനി അവരുടെ എക്സ്പ്രഷൻ. അയ്യോ, കണ്ടു, എൻ്റെ മൂത്തുമ്മ കണ്ടു. എന്തോ നെട്ടിയ പാവാണ്. കണ്ടു, എല്ലാം കണ്ടു. ഗായ്സ് നെട്ടി, ഗായ്സ് നെട്ടി, നെട്ടി. അതാണ് എൻ്റെ മൂത്തമ്മ, എൻ്റെ സിസ്. സർപ്രൈസ്. ആശുപത്രിയിലല്ല, പീടിയിലേക്ക് വന്ന് നെട്ടിയും തോന്നുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ലാസ്റ്റ് എൻ്റെ പുറക്കെത്തി. കുറച്ച് ഡേയ്സ് ഇടി ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വ്ളോഗ്. ഓക്കെ ഗായ്സ്, ബൈ ബൈ. See you in next video. Bye.